ഒരു ചെറുകഥ. ലക്ഷദ്വീപ് യാത്ര. ലക്ഷദ്വീപ് ദ്വീപുകളിലേക്ക് പോകുന്ന MV കവരത്തി എന്ന യാത്രാ കപ്പലിൽ കയറുമ്പോൾ കൊച്ചി തുറമുഖത്തിനു മുകളിൽ സൂര്യൻ ഉദിച്ചുയരുകയായിരുന്നു. ഇത് എന്റെ ആദ്യത്തെ കടൽ യാത്രയായിരുന്നു. അറബിക്കടലിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ആവേശം എന്നെ വിടർന്ന കണ്ണുകളോടെയും ജാഗ്രയോടെയും നോക്കി. ഞാൻ എന്റെ ബാക്ക്പാക്ക് മുറുകെ പിടിച്ച് ചുറ്റും നോക്കി. കുടുംബങ്ങളും വിനോദസഞ്ചാരികളും ഉദ്യോഗസ്ഥരും എല്ലാം ഊർജ്ജസ്വലരായിരുന്നു. കപ്പൽ യാത്ര തുടങ്ങിയപ്പോൾ വൻകര ചക്രവാളത്തിലേക്ക് ചുരുങ്ങുന്നത് നോക്കി ഞാൻ ഡെക്കിൽ നിന്നു. കടൽ ശാന്തമായിരുന്നു. ആകാശത്തെ അഭിമുഖീകരിക്കുന്ന വിശാലമായ നീലനിറം. ഡോൾഫിനുകൾ ഇടയ്ക്കിടെ കപ്പലിനരികിലൂടെ ചാടി കുട്ടികളിൽ നിന്ന് ആർപ്പുവിളികൾ സ്വീകരിച്ചു. ഉപ്പിന്റെയും സാഹസികതയുടെയും ഗന്ധം വായുവിലുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും കപ്പൽ നിശബ്ദമായി. അഗത്തിയിൽ നിന്നുള്ള ഒരു ദയാലുവായ വൃദ്ധനോടൊപ്പം ഞാൻ ഒരു ക്യാബിൻ പങ്കിട്ടു. ചായ കുടിച്ചുകൊണ്ട് പവിഴപ്പുറ്റുകളുടെയും ട്യൂണ മത്സ്യബന്ധനത്തിന്റെയും ദ്വീപ് ഉത്സവങ്ങളുടെയും കഥകൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ആ രാത്രി ഞാൻ എന്റെ ബങ്കിൽ കിടന്നു. തിരമാലകളിൽ സൗമ്യമായി ആടിയുലഞ്ഞു. വർഷങ്ങളായി എനിക്ക് ലഭിച്ച ഏറ്റവും മികച്ച ഉറക്കത്തിലേക്ക് ഒഴുകി. പിറ്റേന്ന് രാവിലെ ദ്വീപുകൾ കാഴ്ചയിൽ വന്നു. നീലക്കല്ലിന്റെ കടലിൽ മരതക ബിന്ദുക്കൾ. ഞങ്ങൾ കവരത്തിയിൽ നങ്കൂരമിട്ടപ്പോൾ ഞാൻ കപ്പലിൽ നിന്ന് വെളുത്ത മണലിലേക്ക് കാലെടുത്തു വച്ചു. സൂര്യന്റെ ഊഷ്മളയും നാട്ടുകാരുടെ സൗഹൃദവും അനുഭവിച്ചു. കടൽ വഴിയുള്ള ആ ചെറിയ യാത്ര വെറുമൊരു യാത്ര മാത്രമായിരുന്നില്ല. ലളിതമായ സൗന്ദര്യത്തിന്റെയും നിശബ്ദ അത്ഭുതത്തിന്റെയും വ്യത്യസ്തമായ ഒരു ലോകത്തിലേക്കുള്ള ഒരു കടന്നുവരവായിരുന്നു അത്. ലക്ഷദ്വീപ് എന്റെ ഹൃദയത്തിൽ എന്നേക്കുമായി ഉപ്പുരസമുള്ള ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു.